ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നത്. കടല വറുത്തത് എങ്ങനെ ഈസി ആയിട്ട് നമ്മളെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു കടലയാണ് എടുത്തിട്ടുള്ളത്, നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കടല വറുക്കാനായിട്ട് ആകെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഉപ്പ് മാത്രമാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചുവടുകട്ടിയുള്ള പാത്രം ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പ് ഉപ്പാണ് എടുത്തിട്ടുള്ളത്. മണലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഉപ്പ് നമുക്ക് ഈ ഒരു ആവശ്യം കഴിഞ്ഞാലും എടുത്തു വെക്കാം. ഇപ്പോൾ ഉപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കടല കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത്, വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. ഉപ്പ് നന്നായിട്ട് ചൂടാവണം, എന്നിട്ടേ നമ്മൾ കടല ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ഇങ്ങനെ ഇളക്കി കൊടുക്കുക, കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. മാക്സിമം ഒരു 3 or 4 മിനിറ്റ്സ്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ കടലകളൊക്കെ പൊട്ടി തുടങ്ങും. ഇപ്പം നിങ്ങൾക്ക് കണ്ടാലറിയാം നമ്മളെ കടലയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് സമയം കൂടെ ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെ കടലയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ആ തൊലിയൊക്കെ പൊട്ടി കടല നല്ല കുക്കായി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ഉപ്പ് നമുക്ക് ഈ കടല വറുത്ത ശേഷം ഒരു ബോട്ടിലിൽ സൂക്ഷിക്കാം. എന്നിട്ട് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന സമയത്ത് അടിയിലിട്ട് കൊടുക്കാനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഈ കടല മുഴുവനായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ഇങ്ങനെ തന്നെ കോരി മാറ്റാം, ഇല്ലെങ്കിൽ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അതിലേക്കായാലും മതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ നമുക്കിനി കടല വറുത്തെടുക്കാം. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബായ്.